കൊടും ചൂടിലും നല്ല തണുപ്പേകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട് മലപ്പുറത്ത്. നിലമ്പൂർ ആട്യൻപാറ വെള്ളച്ചാട്ടം. കടുത്ത വേനലിലും ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തിച്ചേരുന്നു. സംസ്ഥാനത്ത് ചൂട് അങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അപ്പം ഈ അവസരത്തിൽ മനസ്സൊന്ന് തണുക്കാൻ, ശരീരം ഒന്ന് തണുക്കാൻ ഒരിടത്തേക്ക് പോയാലോ? യെസ്, നമ്മൾ മലപ്പുറം നിലമ്പൂരിലെ ആട്യൻപാറയിലേക്കാണ് പോകുന്നത്. മലപ്പുറം നഗരത്തിൽ നിന്ന് ഏകദേശം 53 കിലോമീറ്ററാണ് നിലമ്പൂരുള്ള ഈ ആട്യൻപാറയിലേക്കുള്ളത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. പ്രകൃതിയുടെ മനോഹാരിത ആവോളം ആസ്വദിക്കാനാവുന്ന ഇടമാണ് ആട്യൻപാറ. ഒറ്റയ്ക്ക് കുത്തിയൊലിച്ചിറങ്ങുന്ന ഒരു വെള്ളച്ചാട്ടമല്ല ഇത്. ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളുടെയും ചെറുകുളങ്ങളുടെയും കൂട്ടമാണ്. கும்பகோணத்துல வந்திருக்கோம். அங்கே ரொம்ப சூடு இருக்கனால பசங்களாம் லீவ் நல்லா வந்து சரி என்ஜாய் பண்ணுறதுக்காக வயநாடு வந்தோம். வயநாடு அந்த வழியில் சொன்னாங்கப்பா இங்கே ஃபால்ஸ் இருக்குது, இங்கே நல்லாயிருக்கும், என்ஜாய் பண்ணிட்டு போங்க அப்படின்னாங்க. ഹാപ്പിയായി സന്തോഷமாக இருக்கும். ഇവിടെ ഭയങ്കര ചൂടാണ്. കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് നല്ല ചൂടാണ്. അതുകൊണ്ട് മനസ്സൊക്കെ തണുപ്പിക്കാൻ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ വന്നാണ്. ഇവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്. അവിടെ ഒന്നും അധികം വെള്ളമൊന്നുമില്ല. അത് നല്ല അടിപൊളി സ്ഥലമാണ്. ഈ സാധാരണഗതിയിൽ എത്ര കടുത്ത വേനലാണെങ്കിലും ആട്യൻപാറയിൽ വെള്ളത്തിന് ഒട്ടും കുറവുണ്ടാകാറില്ല. എന്നാൽ ഇത്തവണ വെള്ളത്തിൽ വലിയ രീതിയിലുള്ള കുറവ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഉള്ള വെള്ളത്തിൽ ഒന്ന് കുളിക്കാനും നീരാടാനും ഒക്കെ ആയിട്ട് നിരവധി പേരാണ് ഇവിടേക്ക് വരുന്നത്. അത് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നൊക്കെ ആയിട്ട് നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ കൊടും വേനലിൽ ഇവിടെ നീന്തി തുടിക്കാനെത്തുന്നത് നിരവധി ആളുകളാണ്. ഇപ്പൊ പൊതുവെ കാലാവസ്ഥ ചൂടല്ലേ, അപ്പൊ ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിട്ട് വെള്ളല്ലേ, നല്ല തണുത്ത വെള്ളമാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വന്നുള്ളൂ. ചൂടിന്ന് രക്ഷപ്പെടാ, വേറെ മാർഗമല്ലല്ലോ നമുക്ക്. അതിനായിട്ട് വന്നേരാണ്. പ്രവേശനത്തിന് ചെറിയ തുകയുടെ ടിക്കറ്റുണ്ട്. വെള്ളച്ചാട്ടത്തിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് ചെറുകിട ജലവൈദ്യുത പദ്ധതി. ഇവിടെയും സഞ്ചാരികൾക്ക് സന്ദർശനത്തിന് അനുമതിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ചൂട് കൂടുന്തോറും ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ട് യുവാക്കളും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം ആട്യൻപാറയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വെള്ളം കുറച്ച് കുറവാണെങ്കിലും വിനോദത്തിന് ഒട്ടും തന്നെ കുറവില്ല. അപ്പം ഇത്തരത്തിൽ ശരീരം ഒന്ന് തണുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിലമ്പൂർ ആട്യൻപാറയിലേക്ക് സ്വാഗതം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.